മെക്സിക്കൻകാരുടെ ഒരു സൂപ്പർ റെസിപ്പിയാണ് ടാക്കോസ്. അത് ചിക്കൻ ടാക്കോസ്, പ്രോൺസ് ടാക്കോസ് എന്തായിരുന്നാലും. അത് മാത്രമല്ല, ഇന്ത്യക്കാർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഈ ടാക്കോസിൻ്റെ റെസിപ്പി. കാരണം അത് നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കുന്നത് ചിക്കൻ ടാക്കോസ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടും. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ ചിക്കൻ ടാക്കോസ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ആ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള സ്പൈസസ് ഒന്ന് മിക്സ് ചെയ്യണം. സ്പൈസ് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പപ്രിക്ക പൗഡർ, ഓണിയൻ പൗഡർ, ഉള്ളിയുടെ പൊടിയാണ്, ഒറിഗാനോ, ജീരകപ്പൊടി, പെപ്പർ പൗഡർ, ഇത് വൈറ്റ് പെപ്പറാണ്, ബ്ലാക്ക് പെപ്പർ ആയാലും മതി, ഗാർലിക് പൗഡർ അതായത് വെളുത്തുള്ളിപ്പൊടി, മുളക് പൊടി സ്പൈസ് ലെവൽ അനുസരിച്ച് ചേർക്കണം, ആവശ്യമായിട്ടുള്ള ഉപ്പ്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് ചിക്കൻ ഇടുകയാണ്. ഇത് ബോൺലെസ് ആണ്, കാരണം ടാക്കോസിന് ബോൺലെസ് ആണ് വേണ്ടത്. അത് ചതുരമായിട്ടോ അല്ലെങ്കിൽ ചെറിയ ഇങ്ങനെ സ്ട്രിപ്സ് ആയിട്ടോ കട്ട് ചെയ്യാം. ആ മസാല പൗഡറെല്ലാം അതിൽ പുരട്ടി പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇച്ചിരി ഒലിവ് ഓയിലാണിത്, അതുപോലെ ഒരു അരനാരങ്ങയുടെ നീരും കൂടി ഒഴിക്കണം. എന്നിട്ട് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആ നാരങ്ങ നീരും അതുപോലെ ഒലിവ് ഓയിലും കൂടെ നല്ലൊരു വ്യത്യസ്തമായ ടേസ്റ്റ് അതിന് കൊടുക്കും. നാരങ്ങ ഇതൊന്ന് മീറ്റ് ടെൻഡറൈസ് ചെയ്യുകയും ചെയ്യും, ചിക്കൻ ഒന്ന് സോഫ്റ്റാക്കി തരും. ഇത് ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. ഇനി കോൾസ്ലോ വേണമല്ലോ, വെജിറ്റബിൾ ഫില്ല് ചെയ്യാനായിട്ട് വേണം. റെഡ് ക്യാബേജ് അല്ലെങ്കിൽ പേർപ്പിൾ ക്യാബേജ് ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്താൽ മതി. അതുപോലെ വൈറ്റ് ക്യാബേജ്, ഗ്രീനിഷ് അല്ലേ. പിന്നെ അതിലേക്ക് ക്യാപ്സിക്കം, പിന്നെ അതിലേക്ക് ടൊമാറ്റോസ്, അതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ നീരോട് ഒഴിക്കാം. അപ്പോൾ ഇതും റെഡിയാക്കി നമുക്കിവിടെ വെക്കാം. ചിക്കനൊക്കെ വറക്കുന്നിടം വരെ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിനി ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഒലിവെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇതിനകത്ത്. എണ്ണ ചൂടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ഇടാം. അപ്പോൾ ഇച്ചിരി തീ കൂട്ടി വെച്ച് വേണം ചെയ്യാൻ. ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ, ചിക്കൻ കൂടുതലുണ്ടെങ്കിൽ. നല്ല ചൂടിൽ തന്നെയാണ്, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലതുപോലെ ക്രിസ്പി ആയിട്ടുണ്ട്, നോക്കിയാൽ കണ്ടോ, നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഒരു കരിയാൻ തുടങ്ങുന്ന പോലെ, കരിയരുത് കേട്ടോ, നല്ലതായിട്ട് ബ്രൗൺ കളറിലിങ്ങനെ റോസ്റ്റ് ആയാൽ മതി. അപ്പം നമുക്ക് ഈ ചിക്കൻ അങ്ങ് എടുത്ത് മാറ്റി വയ്ക്കാം. ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. അതിൻ്റെ ബേസ് റാപ്പ് ചെയ്യാനായിട്ട് എണ്ണ വേണ്ട, എണ്ണയൊന്ന് അങ്ങ് ചായച്ച് വെച്ചത് കളഞ്ഞാൽ മതി. എണ്ണയില്ലാതെ നമുക്ക് ചിക്കൻ തന്നെ ഇങ്ങെടുത്ത് യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഒരു അവക്കാഡോയ്ക്കകത്തോട്ട് ഒരല്പം സെലറി സോൾട്ടാണ് ഇനി യൂസ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ പെപ്പർ പൗഡറോ വെറും ഉപ്പോ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. ഇനിയും കട്ടിയുള്ള ചപ്പാത്തിയാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് അല്പം ചീസ് ഇട്ടു, നമുക്ക് ഇഷ്ടമുള്ള ചീസ് ഇടാം. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൾസ്ലോ അല്ലെങ്കിൽ വെജിറ്റബിൾ എല്ലാം ഇടുക. പിന്നെ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അവക്കാഡോ ഇട്ടു. അതിന് മുകളിലായിട്ട് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് മടക്കി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ ടാക്കോസ് റെഡിയായി. നമുക്ക് പിന്നെ സ്പൈസി ആക്കണമെങ്കിൽ നമ്മൾക്കല്പം സ്പൈസി ആയിട്ടുള്ള ഗ്രീൻ ചില്ലി സോസോ റെഡ് ചില്ലി സോസോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ഒതുങ്ങിയിരിക്കാനായിട്ട് നമുക്ക് ടൂത്ത് പിക്കോ അതല്ലെങ്കിൽ സ്ക്യൂവറില്ലേ അതൊന്ന് ചെറുതാക്കി മുറിച്ചെടുത്താൽ അതൊന്നായിട്ട് അങ്ങനെ ഇരിക്കും. അപ്പം ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുണ്ട്, കഴിക്കാനൊക്കെ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ചിക്കൻ ടാക്കോസ് റെഡിയാണ്. ഇത് ക്രിസ്മസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചായിട്ട് നമുക്ക് കൊടുക്കാം. കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.